بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. الحمد لله والصلاة والسلام على رسول الله وعلى آله المتمسكين بحبل الله. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സഹോദരിമാരെ സഹപ്രവർത്തകരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ CIR-ൻ്റെ പ്രവർത്തക സമിതി അംഗങ്ങളെ, ചെയർമാൻ ഡോക്ടർ E.K. ഹമീദ് സാഹിബ് അവരുടെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ വിദ്യാഭ്യാസ വിഭാഗമായ കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ അതിൻ്റെ കീഴിൽ അംഗീകാരം നേടിയതായ മദ്രസകളിലെ ഏതാനും അധ്യാപകരുടെ ഒരു ഒത്തുചേരലാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. സാധാരണഗതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമ്മേളനങ്ങളെ പോലുള്ളൊരു സമ്മേളനം മാത്രമല്ല ഇന്ന് ഈ ഒത്തുചേരൽ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. മദ്രസ പഠനത്തിൽ പാഠപുസ്തകങ്ങളിൽ അവൻ്റെ ശ്രദ്ധ പതിക്കുന്ന വിധത്തിൽ എന്തൊക്കെയാണ് അവൻ ചെയ്യേണ്ടത്, ഈ ആധുനിക യുഗത്തിലെ പുതിയ പാഠപുസ്തകത്തിനോടനുബന്ധിച്ച്, ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ പാഠപുസ്തകത്തോടനുബന്ധിച്ച് മദ്രസാ വിദ്യാഭ്യാസവും അതേ പ്രകാരം SSAയുടെ അതേ മോഡൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന നിലയ്ക്ക് കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെൻറ്റർ കഴിഞ്ഞ 2003 മുതൽ 2011 കൂടിയതായ കാലഘട്ടത്തിൻ്റെ ഇടയ്ക്ക് 1 മുതൽ 7 കൂടിയ ക്ലാസ്സുകളുടെ പാഠപുസ്തകം തയ്യാറാക്കി കഴിഞ്ഞു. ഈ പാഠപുസ്തകത്തിൻ്റെ പഠനം, അത് പഠിപ്പിക്കൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് അധ്യാപകർക്ക് കൃത്യമായി ഇടയ്ക്കിടെ ഇൻ സർവീസ് കോഴ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷെ അതിൽ വ്യത്യസ്തമായി ഒന്നിച്ചിരുന്ന് ഈ കാര്യങ്ങൾ ഒന്നിച്ച് കേൾക്കാൻ പറ്റാവുന്ന വിധം 2 ക്ലാസ്സുകളാണ് രാവിലത്തെ 1ാമത്തെ സെഷനിൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഒന്ന് ബഹുമാന്യനായ സയ്യിദ് ഫാറൂഖിൻ്റെയും മറ്റൊന്ന് സുലൈമാൻ മേൽപ്പത്തൂരിൻ്റെയുമാണ്. രണ്ടും നമ്മുടെ ക്ലാസ് റൂമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമ്മളിത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. 1909 കേരളക്കരയിൽ മദ്രസാ പ്രസ്ഥാനത്തിന് ഇന്ന് നാം കാണുന്ന വിധത്തിലുള്ള മദ്രസയുടെ പാഠപുസ്തകവും സിലബസും ക്ലാസ് റൂമും ബ്ലാക്ക് ബോർഡും ചോക്കും ഉപയോഗിച്ചുമുള്ള പഠന രീതി ആരംഭിച്ചത്. ബഹുമാന്യനായ മർഹൂം ചാലിയത്ത് കുഞ്ഞഹമ്മദ് ഹാജി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം വാഴക്കാട് തൻമിയത്തുൽ ഇസ്ലാം മദ്രസയുടെ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റ് അവിടെ മുതൽക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്കുരിച്ച മദ്രസാ വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ നവീകരണം, അതിൻ്റെ പുതുക്കിയതായ സിലബസും പാഠപുസ്തകവും ക്ലാസ് റൂമും ബ്ലാക്ക് ബോർഡും ചോക്കിൽ എഴുതി കൊടുക്കലും എന്ന് തുടങ്ങിയുള്ള ഇന്ന് നാം കാണുന്ന രീതിയിലുള്ള പ്രവർത്തനം ആരംഭിച്ച് തുടക്കം കുറിച്ചത് അവിടെയാണ്. ആ തുടക്കം കുറിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ആ തുടക്കം കുറിച്ച പ്രസ്ഥാനത്തിന് ഒപ്പം നിന്ന് അതിനെ മുന്നോട്ട് നയിച്ച് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് കേരള നദ്വത്തുൽ മുജാഹിദീനാണ്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ കേട്ട ആരോപണങ്ങളിൽ പ്രധാനമായ ഒന്നാണ് മദ്രസയുടെ തലക്കലുള്ള മീമ് ജഹന്നമിൻ്റെ അവസാനത്തെ മീമാണ്. ആ മദ്രസയിൽ കുട്ടികളെ പഠിക്കാൻ അയച്ചാൽ ആ കുട്ടികളും അത് പഠിപ്പിക്കുന്നവരും ആ കാര്യങ്ങളും ഒക്കെ തന്നെ തെറ്റാണ്. ബ്ലാക്ക് ബോർഡിൽ എഴുതിക്കൊണ്ടിരുന്ന ചോക്കിൻ്റെ പൊടി താഴെ വീണാൽ അത് ഹുറുമത്ത് കേടാണ് എന്നിങ്ങനെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വന്നു, കേൾക്കേണ്ടി വന്നു. ഇതൊക്കെ കേട്ടാലും സഹിച്ചാലും ആ പ്രസ്ഥാനമായി മുന്നോട്ട് പോകണമെന്ന ഉറച്ച തീരുമാനം മുന്നോട്ട് പോയപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലായി ഈ കൂലം കുത്തി ഒടുക്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് മനസ്സിലാക്കി അവരും ഇന്ന് മദ്രസയുടെ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും എന്തിനധികം പറയുന്നു, ഇക്കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് നടന്നതായ ഈ മദ്രസാ നവീകരണത്തിൻ്റെ SSAയുടെ കീഴിലുള്ളതായ ആ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനിരുന്നപ്പോൾ ഓരോരുത്തർക്കും 2-3 ക്ലാസ്സുകൾ അനുവദിച്ചു. അപ്പോൾ ഒരാൾ എണീറ്റ് പറഞ്ഞത് ഞങ്ങൾക്ക് 52 റേഞ്ചുകളുണ്ട്. നേരത്തെ മദ്രസാ പ്രസ്ഥാനത്തിൻ്റെ മദ്രസയുടെ തലക്കല മീമ് ജഹന്നമിൻ്റെ അവസാനത്തെ മീമാണെന്ന് പറഞ്ഞ ടീം 52 റേഞ്ചുകളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് 4 ക്ലാസ് പോരാ, 5 ക്ലാസ് പോരാ എന്ന ആക്ഷേപമായിരുന്നു പറഞ്ഞത്. ഇങ്ങനെയുള്ള ഈ പ്രസ്ഥാനത്തിൽ അത് മാറ്റം വന്നെങ്കിലും പാഠപുസ്തകത്തിലും കരിക്കുലത്തിലും അതിൻ്റെ ബാക്കി അനുബന്ധ പ്രവർത്തനങ്ങളിലും ഒന്നും ഒരു മാറ്റവും നാളിതുവരെ ഉണ്ടായില്ല. ഇങ്ങനെ കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു സമിതി രൂപീകരിക്കുകയും
ആ സമിതിയുടെ ചെയർമാനായി ബഹുമാന്യനായ ഡോക്ടർ ഇ കെ അഹമ്മദ് സാഹിബ് അവരെ നമ്മൾ തിരഞ്ഞെടുക്കുകയും ആ സമിതിയുടെ അംഗങ്ങളായി സയ്യിദ് ഫാറൂഖ് മുതൽ ഗഫൂർ ഫാറൂഖ് മുതലൊക്കെ കുറച്ച് അംഗങ്ങൾ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അവർ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മുടെ മദ്രസാ പ്രസ്ഥാനത്തിന് അലകും പിടിയും ഉണ്ടാക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത്. വിദ്യാഭ്യാസത്തിന് സമീപന രേഖയോ കരിക്കുലമോ പ്രത്യേകമായ മറ്റൊരു രീതിയോ ഇല്ലാത്ത വിധത്തിൽ. അപ്പോൾ ആദ്യമായ ഒരു വിദ്യാഭ്യാസ സമീപന രേഖയും അതിനോടനുബന്ധിച്ച് അതിനെ പറ്റിയ ഒരു കരിക്കുലവും ആ കരിക്കുലവും വിദ്യാഭ്യാസ സമീപന രേഖയും വെച്ചുകൊണ്ട് മതപരമായ കാര്യങ്ങൾ പഠിക്കുന്നതും ഭൗതികമായ അള്ളാഹു നമുക്ക് ചെയ്തുന്ന അനുഗ്രഹങ്ങളെ പ്രകൃതിപരമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് പഠിച്ചുകൊണ്ടുള്ള പ്രാക്ടിക്കലും തിയറിയും ഒന്നിച്ചു പഠിക്കാനുള്ള സൗകര്യത്തോടു കൂടെ പാഠപുസ്തകം തയ്യാറാക്കുകയും അതിൻ്റെ കൈപുസ്തകങ്ങൾ തയ്യാറാക്കുകയും അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകർക്ക് കോഴ്സ് കൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ഇതിൻ്റെ ഫലമായ കാര്യമായി നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം അധ്യാപകരെ ഒരുമിച്ച് വിളിച്ച് കോഴിക്കോട് വിളിച്ച് ചേർത്ത് ഇങ്ങനെ ക്ലാസ്സും ഒരു സമ്മേളനം നടത്തി. പിന്നെ ഇങ്ങനെ എല്ലാ അധ്യാപകരെയും ഒന്നിച്ച് വിളിച്ചു ചേർക്കാൻ നമുക്ക് സൗകര്യം ലഭിച്ചില്ല, നീണ്ടുപോയി. എന്നിരുന്നാലും ശരി, ഇപ്പോൾ പുതിയത് ഒന്നുകൂടി നവീകരിക്കാൻ വേണ്ടി വിദേശത്ത് നടക്കുന്ന പാഠപുസ്തകത്തിൻ്റെ പഠനത്തിൻ്റെ അല്ലെങ്കിൽ ഖുർആൻ നഴ്സറി സ്കൂൾ തൊട്ട് മുതൽക്ക് തുടങ്ങിയുള്ള പഠന രീതിയുടെ ഒരു പുതിയ സമീപനവുമായി മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ അധ്യാപകരെ അതിന് കൊള്ളുന്നവരും അതിൻ്റെ പ്രവർത്തകന്മാരുമാക്കി മാറ്റാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ആലോചിച്ചപ്പോഴാണ് ഒന്നാം ഘട്ടമായി ഇങ്ങനെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കാമെന്നും അത് മലപ്പുറത്തായിക്കോട്ടെ എന്നും തീരുമാനിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു സമ്മേളനം നമ്മൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ അധ്യാപകരെയും അതുപോലെ നമ്മൾ ഈ വേദി അലങ്കരിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ സുദീർഘമായി ഇപ്പോൾ സംസാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ വേണ്ടി വന്നാൽ ഒരു സ്വാഗതം കൂടി പറയേണ്ടി വരും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബഹുമാന്യനായ കേരള വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ റബ്ബ് അവറുകളാണ് നമ്മൾ ഈ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. അദ്ദേഹം വരുന്നുണ്ട്, വഴിക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി, സമയം ഇവിടെ നഷ്ടപ്പെട്ടാൽ അധ്യാപകർ കൊടുക്കാൻ ഉദ്ദേശിച്ച നമ്മളുടെ ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്നത് കൊണ്ടാണ്. എന്നാൽ തന്നെ അരമണിക്കൂർ സമയം നമ്മളിത് പോയിട്ടുണ്ട്, അത് വെച്ചുകൊണ്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് കൂടുതൽ നീട്ടിപ്പറയാതെ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ സദസ്സിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിൻ്റെ നിയന്ത്രിക്കുന്നത് അധ്യക്ഷം പീഠം അലങ്കരിക്കുന്നത് ബഹുമാന്യനായ ഡോക്ടർ ഇ കെ അഹമ്മദ് സാഹിബ് അവർ കേരള നേതൃത്വ മുജാഹിദിന്റെ സംസ്ഥാന പ്രസിഡന്റും CIR-ന്റെ ചെയർമാനും കൂടിയായ അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ കർത്തവ്യ നിർവഹണത്തിന് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നീട് നമ്മോട് ഈ സെഷനിൽ ആശ്വാസമുള്ള സംസാരിക്കുന്നത് നമ്മൾ പഠന കാര്യങ്ങളിൽ ഒരു ലേണിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന കുറച്ച് ഉപകരണങ്ങൾ തയ്യാറാക്കിയതുണ്ട്. അതിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് അഖിലേന്ത്യാ ഇസ്ലാഹി മൂവ്മെൻറ്റ് ജനറൽ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ മടവൂറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മോട് ആശംസകൾ സംസാരിക്കുന്നത് ഈ നിയോജകമണ്ഡലം MLA P ഉബൈദുള്ള സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്താമെന്നേറ്റ ബഹുമാന്യനായ KP മുസ്തഫ ചെയർമാൻ മലപ്പുറം മുനിസിപ്പാലിറ്റി, അദ്ദേഹത്തെയും അതുപോലെ തന്നെ SSIയുടെ ജില്ലാ പ്രൊജക്ട് ഓഫീസറായ ബഹുമാന്യനായ EP മുനീർ സാഹിബ് അവരുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പിന്നീട് നമ്മുടെ ആശംസകൾ സംസാരിക്കുന്ന നമ്മുടെ സംഘടനാ പ്രവർത്തകരായ ബഹുമാന്യനായ A നൂറുദ്ദീൻ എടവണ്ണ സെക്രട്ടറി പ്രസിഡന്റ് മലപ്പുറം ഈസ്റ്റ് ജില്ലാ ISM, അതുപോലെ ജാസിർ രണ്ടത്താണി ജനറൽ സെക്രട്ടറി MSM കേരള, അതുപോലെ തന്നെ MGM-ന്റെ പ്രസിഡന്റ് ഖദീജ നർഗീസ് അവരുകളെയും ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അവസാനമായി ഇതിന് സമാപനം കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് P ഹംസ മൗലവി, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമെന്ന് ബഹുമാന്യനായ ഡോക്ടർ ഇ കെ അഹമ്മദ് സാഹിബിനോട് ഒരിക്കൽ കൂടി ആവശ്യപ്പെട്ടുകൊണ്ടും എല്ലാവരെയും ഒരിക്കൽ കൂടി ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഹൃ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു റസൂലിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, CIR-ന്റെ നേതാക്കന്മാരെ, പ്രവർത്തകന്മാരെ, KNM-ന്റെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, CIR-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന അധ്യാപക സമ്മേളനം ആണ്
ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള അധ്യാപക സമ്മേളനങ്ങൾ നടത്തണമെന്നത് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എല്ലാ വർഷവും നടത്താൻ പറ്റിയിട്ടില്ല. ഇനി അങ്ങോട്ട് കഴിയുന്നിടത്തോളം എല്ലാ വർഷവും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത്. CR-ന്റെ രൂപീകരണത്തിൻ്റെ പിന്നിലെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അബൂബക്കർ മൗലവി ഇവിടെ വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിലേക്കൊന്നും ഞാനിവിടെ കടക്കുന്നില്ല. ഏത് വിദ്യാഭ്യാസ പ്രക്രിയയുടെയും പ്രവർത്തനത്തിൻ്റെയും വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. ഒന്ന് വിദ്യാർത്ഥികൾ തന്നെ, മറ്റൊന്ന് രക്ഷിതാക്കന്മാർ, അധ്യാപകന്മാർ, മാനേജ്മെൻറ്റ്, മൊത്തത്തിൽ സമൂഹം. ഈ ഘടകങ്ങളാണ് വാസ്തവത്തിൽ ഏതൊരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തെയും വിദ്യാഭ്യാസ പ്രക്രിയ വിജയിപ്പിക്കേണ്ടത്. ഈ ഘടകങ്ങളുടെ എല്ലാം തന്നെ സാധാരണമില്ലെങ്കിൽ ഒരിക്കലും ഒരു വിദ്യാഭ്യാസ പ്രക്രിയയും വിജയിക്കുകയില്ല, നമുക്കറിയാം. എന്നാൽ കൂടുതൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഈ രംഗത്തുള്ളത് അധ്യാപകന്മാർക്കാണ്. ഏത് വിദ്യാഭ്യാസം ശരി, സ്കൂൾ വിദ്യാഭ്യാസമാവട്ടെ, കോളേജ് വിദ്യാഭ്യാസമാവട്ടെ, സർവകലാശാല തലത്തിലെ വിദ്യാഭ്യാസമാവട്ടെ, മദ്രസ വിദ്യാഭ്യാസമാകട്ടെ, ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസം ആണെങ്കിലും ശരി, അതിൻ്റെ ആ പ്രക്രിയയുടെ ന്യൂക്ലിയസ്, അതിൻ്റെ ഏറ്റവും കേന്ദ്ര ബിന്ദു വാസ്തവത്തിൽ അധ്യാപകന്മാരാണ്. അധ്യാപകന്മാരുടെ ആത്മാർത്ഥമായ സഹകരണവും ആത്മാർത്ഥമായ പ്രവർത്തനവും കൊണ്ട് മാത്രമേ ഈ വിദ്യാഭ്യാസ സംവിധാനം നമുക്ക്, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഉദ്ഘാടകൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അപ്പോൾ ഏതൊരു വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെയും പിൻബലം വാസ്തവത്തിൽ അധ്യാപകന്മാരാണ്. അവർക്കാണ് ഈ രംഗത്ത് ഏറ്റവും അധികം വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ളത്. നിങ്ങളെല്ലാം അധ്യാപകന്മാരാണ്, മദ്രസ അധ്യാപകന്മാരാണ്. അധ്യാപകന്മാർ വന്ന ഏറ്റവും അധികം നോബലസ്റ്റ്, ഏറ്റവും കുലീനമായ, ഏറ്റവും മഹത്തായ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ആളുകളാണ് അധ്യാപകന്മാർ. ഏത് രംഗത്തുള്ള അധ്യാപകന്മാരും ശരി, പ്രത്യേകിച്ച് മദ്രസ അധ്യാപകന്മാർ. നമുക്കറിയാം, പലരും ചിലരെങ്കിലും കേട്ടിരിക്കും, അത് അറബി ഭാഷയിലെ ഏറ്റവും മഹാനായ കവി അഹമ്മദ് ഷൗഖി, അദ്ദേഹത്തിൻ്റെ ഒരു വരിയുണ്ട്, അധ്യാപകനെ പറ്റിയുള്ള ഒരു വരിയുണ്ട്. ഖും ലിൽ മുഅല്ലിം വഫി തബ്ജീല ഖാദൽ മുഅല്ലിം അൻ യകൂന റസൂല. മുഅല്ലിമിനെ കണ്ടാൽ, അധ്യാപകനെ കണ്ടാൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക, അദ്ദേഹം അർഹിക്കുന്ന എല്ലാ ആദരവും നൽകുക. കാരണം ഖാദൽ മുഅല്ലിമു അൻ യകൂന റസൂല, മുഅല്ലിം അധ്യാപകൻ ഏതാണ്ട് പ്രവാചകന്റെ തുല്യമാണ്. പ്രവാചകന്റെ പദവിയോളം മറ്റൊന്നൊരു പദവി അധ്യാപകനുണ്ട്. പ്രവാചകന്റെ ദൗത്യം എന്താണെന്ന് നമുക്കറിയാം. പ്രവാചകന്റെ ദൗത്യം സമൂഹത്തെ സംസ്കരിക്കുക, സമൂഹത്തെ വിദ്യാഭ്യാസം ചെയ്യുക, ധാർമ്മികമായി ആത്മീയമായി സമൂഹത്തെ ഉദ്ധരിക്കുക. ഇതാണ് വാസ്തവത്തിൽ അത്തരത്തിലൊരു പുതിയ തലമുറയെ വാർത്തെടുക്കുക. ധാർമ്മിക, ആത്മീയ, നൈതിക മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക. അങ്ങനെ പുതിയ തലമുറ സൃഷ്ടിക്കുകയാണ്. ഇതാണ് വാസ്തവത്തിൽ പ്രവാചകൻ ദൗത്യം. ഇതാണ് യുസക്കീഹിം യുഅല്ലിമുൽ, നിങ്ങൾക്ക് അറിയാലോ, യത്ലൂ അലൈഹിം ആയാത്തി യുസക്കീഹിം യുഅല്ലിമുൽ കിതാബ വൽ ഹിക്മ എന്നാണ്. അവർക്ക് ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതിക്കൊടുക്കുക, അവർ സംസ്കരിക്കുക, അവർക്ക് കിതാബും ഹിക്മത്തും പഠിപ്പിക്കുക. ഇതാണ് വാസ്തവത്തിൽ പ്രവാചകൻ ദൗത്യം. അതേ ദൗത്യം തന്നെയാണ് പ്രവാചകന്മാരില്ലാത്ത ഈ കാലഘട്ടത്തിൽ. പ്രവാചകന്മാരില്ല, നമുക്കറിയാം. പ്രവാചകന്മാർ ഉയർത്തപ്പെടാത്ത ഈ കാലഘട്ടത്തിൽ ഈ അധ്യാപകന്മാർ ചെയ്യുന്ന ദൗത്യം ഈ സംസ്കരണ ദൗത്യമാണ്, ഈ വിദ്യാഭ്യാസ ദൗത്യമാണ്. അപ്പോൾ ഏറ്റവും മഹത്തായ പദവി, ഏറ്റവും മഹത്തായ സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് അധ്യാപകന്മാർ എന്ന കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇതിനകം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രംഗത്തേക്ക് നമ്മൾ നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടും ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ രംഗത്തേക്ക് നോക്കിയാൽ വളരെയധികം പരിതാപകരമായ അവസ്ഥയാണ് നമുക്ക് കാണുന്നത്. നേരെ മറിച്ച് ആശാവഹമായ അവസ്ഥയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, ഇവിടെ ഏതാണ്ട് ഒരു നൂറ്റാണ്ടായിട്ട് ഇസ്ലാമി പ്രസ്ഥാനം പ്രവർത്തനം നടത്തിയിട്ട് പോലും വേണ്ടത്ര ഫലം ഉളവാക്കിയിട്ടുണ്ടോ എന്ന് നിരാശയോടുകൂടി പറയേണ്ട ഒരു കാലഘട്ടം വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഇസ്ലാമിക പ്രബോധനം എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം. മുടിയുടെ ചുറ്റിപ്പറ്റി നടക്കാൻ, മുടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. മുടിയാണ്. അതുപോലെ പാമ്പ്, തേള്, ഈച്ച, പാറ്റ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇസ്ലാമിക പ്രബോധനമായിട്ട് വരുന്നത്.
പാമ്പ്, ജിന്ന് പാമ്പിൻ്റെ രൂപത്തിൽ വരുമോ? അല്ലേ? ഈച്ച ഏതിൽ മുക്കിയാൽ നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇങ്ങനെ ഒരുപാട് ചെറിയ നിസ്സാര കാര്യങ്ങൾ. ഈ ഇസ്ലാമിൻ്റെ ദൗത്യം എന്താണെന്ന വസ്തു നമുക്കറിയാം. നാം എവിടെ നിന്ന് വന്നു, മനുഷ്യരെ നമ്മൾ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു, ഈ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണ്, ഈ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്, മഹത്തായ ജീവിത ലക്ഷ്യം എന്താണ് എന്നൊക്കെ ജനങ്ങളെ പഠിപ്പിക്കുക, അതിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകുക, അതിനാവശ്യമായ ഹിദായത്ത് നൽകുക, അതിനാവശ്യമായ ധാർമ്മികവും ആത്മീയവുമായ മൂല്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുക എന്നൊക്കെയുള്ള ആ മഹത്തായ കാര്യങ്ങളാണ്, മഹത്തായ ധാർമ്മിക ആത്മീയമായ മാനവിക മൂല്യങ്ങളാണ് വാസ്തവത്തിൽ ഇസ്ലാം ജനങ്ങൾ പഠിപ്പിക്കുന്നത്. അതാണ് പ്രവാചകൻ നാം പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിക പ്രബോധനം ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തരം നിസ്സാരമായ കാര്യങ്ങൾക്ക് ചുറ്റുമാണ്. അപ്പം ഈ അവസ്ഥയിൽ, ഈ സാഹചര്യത്തിൽ ഇസ്ലാമിനെ കുറിച്ചുള്ള ശരിയായ അവബോധം വളർന്നു വരുന്ന തലമുറക്ക് നൽകാൻ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ കൂടിയേ കഴിയൂ. മദ്രസ പ്രസ്ഥാനം അത് കൂടിയേ കഴിയൂ. മദ്രസ വിദ്യാഭ്യാസത്തോടു കൂടി മാത്രമേ നമുക്ക് ജനങ്ങൾക്ക്, നമുക്ക് നമ്മുടെ തലമുറക്ക് വളരുന്ന തലമുറക്ക് ശരിയായ ഇസ്ലാമികമായ അവബോധവും വിശ്വാസവും കാര്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുന്ന കാര്യം നമുക്കറിയാം. ഞാൻ നീട്ടി പറയുന്നില്ല, കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. വേണമെങ്കിൽ പിന്നീട് അവസരം വരാൻ സംസാരിക്കാം. ഇവിടെ ഓമാട്ട് മന്ത്രി പോകാനുള്ളത് ഞാൻ സംസാരിക്കുന്നില്ല. അപ്പോൾ ഈ ബോധനം, മതപരമായ ഈ ബോധനം എങ്ങനെ നൽകാം എന്ന് ആലോചിച്ചപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മത വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നല്ല പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസൃതമായി നമ്മുടെ സിലബസും നമ്മുടെ കരിക്കുലവും നമ്മുടെ പാഠ്യപദ്ധതിയും നമ്മുടെ സമീപനങ്ങളിലൊക്കെ ഒരുപാട് മാറ്റം വേണ്ടതുണ്ട്. നമുക്കറിയാം, സ്കൂൾ നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളുണ്ട്. സമീപനങ്ങളുടെ കാര്യത്തിൽ, അതുപോലെ വിദ്യാഭ്യാസ മെത്തഡോളജിയുടെ കാര്യത്തിൽ, വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് പുരോഗതികൾക്കുണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന് ആനുപാതികമായി നമ്മുടെ മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ദുഃഖസത്യമാണ്. പുരോഗതി തീരെ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. അങ്ങനെ കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഒരുപാട് പുരോഗതികൾ പരിഷ്കരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പോലും ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാതിരിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഒരു 8-9 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ CIR, കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ റിസർച്ച് എന്ന പേരിലൊരു വിദ്യാഭ്യാസ സമിതി രൂപീകരിച്ചത്. അത് ഈ ആധുനിക രീതിയിൽ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ പിഞ്ചു കുട്ടികൾക്ക് ഇസ്ലാമികമായ അവബോധം നൽകാൻ സഹായിക്കുന്ന തരത്തിൽ ആധുനിക വിദ്യാഭ്യാസ പഠന ബോധനത്വങ്ങൾക്കനുസരിച്ച്, വിദ്യാഭ്യാസ മനഃശാസ്ത്രം അനുസരിച്ച് പുതിയ ടെക്സ്റ്റ് ബുക്കുകളും പുതിയ കരിക്കുലവും പുതിയ പാഠ്യപദ്ധതികളൊക്കെ ഞങ്ങൾ ആവിഷ്കരിക്കുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്ന വിശദാംശങ്ങൾക്ക് കടക്കുന്നില്ല, അതൊക്കെ ഇവിടെ പറയും. ഇത്തരത്തിലുള്ള ഈ വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടേണ്ടത്, അതിനെ വിജയിപ്പിക്കേണ്ടത് വാസ്തവത്തിൽ നിങ്ങളാണ്, അധ്യാപകന്മാരാണ്. അധ്യാപക സുഹൃത്തുക്കളുടെ സഹകരണമില്ലാതെ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ വിജയിക്കാൻ പോകുന്നില്ലെന്ന കാര്യം നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാം സഹകരണം തേടിക്കൊണ്ട് ഈ നമ്മുടെ ഈ മഹത്തായി അധ്യാപക സമ്മേളനം തുടക്കം കൊടുക്കാൻ, ഉദ്ഘാടനം ചെയ്യാൻ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ്ബ് സാഹിബിനെ ക്ഷണിച്ചുകൊണ്ട് ഇതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ബഹുമാന്യനായ അധ്യക്ഷൻ, കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൻ്റെ ചെയർമാൻ കൂടിയായ ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്, ഈ പരിപാടിയുടെ സ്വാഗത സംഘത്തിൻ്റെ ജനറൽ കൺവീനർ ജനാബ് K അബൂബക്കർ മൗലവി, പ്രിയങ്കരനായ ജനാബ് ഉബൈദുള്ള സാഹിബ്, DEO സഫറുള്ള, ഡോക്ടർ കുഞ്ഞാലി, SSIയുടെ ജില്ലാ പ്രോജക്റ്റ് ഓഫീസർ ജനാബ് VP മുനീർ, ISMൻ്റെ കേരള സെക്രട്ടറി നൂറുദ്ദീൻ ഇടവണ്ണ, ബഹുമാനായ P ഹംസ മൗലവി, മറ്റ് വേദിയിലും എനിക്ക് മുമ്പിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, ഈ സെൻറ്ററിൻ്റെ മറ്റ് ഭാരവാഹികളെ, മാധ്യമ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. മതവിദ്യാഭ്യാസ രംഗത്ത് കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി
പ്രവർത്തിച്ചു വരുന്ന കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്നിവിടെ ഒരു അധ്യാപക സംഗമം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് അനുദിനം എന്നപോലെ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഓത്ത് പള്ളിക്കൂടങ്ങളിൽ നിന്ന് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന വിദ്യാഭ്യാസ മേഖല ഭൗതിക സൗകര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വിദ്യാഭ്യാസത്തോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണെങ്കിലും അധ്യാപകരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലുമെല്ലാം വളരെയേറെ നൂതനമായ ശാസ്ത്രീയമായ മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിക്കുന്ന പരിപാടികളും അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിക്കുന്ന പരിപാടികളുമെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുവാനും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിന് മുൻഗണന നൽകുവാനുമൊക്കെയായി ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതെല്ലാം തന്നെ വളരെ വിജയകരമായി നടപ്പിലാക്കുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. ആ പ്രക്രിയ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. മതവിദ്യാഭ്യാസ രംഗത്തും മദ്രസ പ്രസ്ഥാനം എന്ന് പറയാൻ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനം മാത്രമേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതുപോലെ ശക്തമായ മദ്രസ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. മതപഠനത്തിനുള്ള സൗകര്യമുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും മദ്രസ പഠനം അല്ലെങ്കിൽ മദ്രസകൾ ഒരു പ്രസ്ഥാനമായി കൊണ്ടു നടത്തിപ്പോരുന്ന ഒരു സംവിധാനം കേരളത്തിന് പുറത്ത് ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ വിവിധ മതസംഘടനകൾ അവരുടെ ആഭിമുഖ്യത്തിൽ ധാരാളം മദ്രസകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന കാലത്ത് 4ാം ക്ലാസ്സോ 5ാം ക്ലാസ് വരെയോ മദ്രസ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ വരെ മദ്രസകൾ ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത്. എല്ലാ വിഭാഗക്കാരും മദ്രസകൾ നടത്തുന്നു. കാലഘട്ടത്തിനനുസൃതമായ നമ്മളെ പുതിയ തലമുറക്ക് ശരിയായ രീതിയിലുള്ള ദിശാബോധവും മത വിദ്യാഭ്യാസവും നൽകാൻ കഴിയുന്ന പാഠ്യപദ്ധതികളെയും കരിക്കുലവുമൊക്കെയായി നമ്മുടെ മതവിദ്യാഭ്യാസ പ്രസ്ഥാനവും മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുണ്ടായിട്ടുള്ളതിന് അതിന് താരതമ്യം ചെയ്യുമ്പോൾ ആ ഒരു രീതിയിലേക്ക് മതവിദ്യാഭ്യാസ പഠനം കൊണ്ടുവരുവാൻ നമുക്ക് സാധിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും ഈ കൗൺസിലും അതാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതവിദ്യാഭ്യാസത്തോടുള്ള ഒരു അപ്രോച്ച്, അതോടൊപ്പം തന്നെ പാഠ്യപദ്ധതി, കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെ പ്രസക്തി, അധ്യാപകർക്കുള്ള മറ്റേതിൽ ചെയ്യുന്നത് പോലെ അധ്യാപകർക്ക് പഠിപ്പിക്കാൻ ആവശ്യമായ അധ്യാപക സഹായികൾ, അധ്യാപകർക്ക് സമയാസമയങ്ങളിലുള്ള ശക്തമായ പരിശീലനങ്ങൾ, ഇതെല്ലാം തന്നെ സമയബന്ധിതമായി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ രംഗത്തുള്ള ഒരു പുതിയ കാൽവെപ്പാണ് CIR കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് തീർച്ചയായും വളരെയേറെ സന്തോഷകരമായ ഒരു കാര്യമാണ്. കാരണം പഠന വിഷയങ്ങളാണെങ്കിലും പഠന ബോധന രീതികളാണെങ്കിലും എല്ലാം കാലാനുസൃതമായി വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുട്ടികളുടെ എല്ലാം IQ തന്നെ കാലഘട്ടങ്ങളിലൂടെ വളരെയേറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. കുട്ടികളുടെ ആ പ്രായത്തിൽ നമുക്കുണ്ടായിരുന്ന IQ അല്ല ഇന്നത്തെ ആ പ്രായത്തിലുള്ള കുട്ടികളുടെ IQ. കാരണം കൂടുതൽ സംഗതികൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും ഒക്കെയുള്ള കഴിവുകൾ പുതിയ കാലഘട്ടത്തിൻ്റെ
സംവിധാനങ്ങളിലൂടെ അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൂടെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളൊക്കെ തന്നെ പുതിയ തലമുറയിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം അതും വലിയ തോതിൽ നമ്മുടെ പഠന പ്രവർത്തനങ്ങളെ സഹായിക്കുന്നുണ്ട്. അത് ഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ മതവിദ്യാഭ്യാസ രംഗത്ത് ആ രീതിയിലുള്ള ഉപയോഗപ്പെടുത്തലുകൾ മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മത വിദ്യാഭ്യാസത്തിലെങ്കിൽ മതപരമായ കാര്യങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി നമ്മളെല്ലാം അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും മദ്രസകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള നൂതനമായ പദ്ധതികൾ, പരിപാടികൾ, സംവിധാനങ്ങൾ ആവിഷ്കരിക്കുവാനും കൊണ്ടുവരുവാനും നമ്മളടുത്ത കാലത്താണ് ശ്രമിച്ചത് എന്നുള്ളതാണ് വസ്തുത. അതോടൊപ്പം തന്നെ മദ്രസകളിൽ ഭൗതിക വിദ്യാഭ്യാസത്തിന് കൂടി സൗകര്യം ഉണ്ടാക്കുന്ന മദ്രസ മോഡേണൈസേഷൻ പരിപാടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്, മദ്രസ നവീകരണ പദ്ധതി. അതിൻ്റെ ഭാഗമായി മദ്രസകൾക്ക് ഗ്രാൻഡ് നൽകുന്നു, അവർക്ക് അധ്യാപകർക്ക് പരിശീലനം നൽകാനുള്ള സംവിധാനമുണ്ട്, അവിടേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്, പുസ്തകങ്ങൾ വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. അതൊക്കെ തന്നെയും ഈ മതവിദ്യാഭ്യാസത്തോടൊപ്പം സയൻസും കണക്കും പോലുള്ള വിഷയങ്ങളിൽ കൂടി നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ വേണ്ടിയുള്ള മദ്രസ പഠന സമയത്ത് അതോടൊപ്പം തന്നെ അതിനു വേണ്ടിയുള്ള പരിശീലനങ്ങൾ കൂടി നൽകുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം സംവിധാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ഏർപ്പെടുത്തുകയും അത് വളരെ വിജയകരമായി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ ദീർഘമായ ഒരു ഉദ്ഘാടന പ്രസംഗത്തിന് ഞാനിവിടെ മുതിരുന്നില്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ രംഗത്ത് കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. മദ്രസ വിദ്യാഭ്യാസ രംഗത്ത് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് അതോടൊപ്പം തന്നെ അധ്യാപകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. പലപ്പോഴും പല മദ്രസ അധ്യാപകരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, മറ്റ് മേഖലകളിലൊക്കെ ഉള്ളതുപോലെയുള്ള സേവന വേതന വ്യവസ്ഥകൾ മദ്രസകളിലുണ്ടോ എന്ന കാര്യം സംശയമാണ്. അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മളൊരു മേഖല നന്നാക്കുമ്പോൾ, ഒരു മേഖലയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിലെ എല്ലാ ഘടകങ്ങളുടെയും തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയണം. കുട്ടികളാണ്, രക്ഷിതാക്കളാണ്, അധ്യാപകരാണ്, മാനേജ്മെൻറ്റാണ്, സൊസൈറ്റിയാണ്, പൊതുസമൂഹമാണ്. എല്ലാവരുടെയും കൂടെ ഉള്ള ഒരു കൂട്ടായ്മയിലൂടെ വേണം നമുക്ക് ഏത് മേഖലയിലെയും പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കാൻ. നമ്മെ സംബന്ധിച്ചിടത്തോളം മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, മതപഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മറ്റ് പഠനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ലോകത്തെയും പരലോകത്തെയും ഗുണം കാംക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതൊരു നല്ല പൗരനെ, നല്ല മനുഷ്യനെ വാർത്തെടുക്കുകയും വ്യക്തിപരമായും കുടുംബത്തിനും സമൂഹത്തിനും നാട്ടിനും ഗുണകരമായ ഒരു വ്യക്തിയായി നന്മകൾ കാത്തു സൂക്ഷിക്കുന്ന, തിന്മകളെ വെടിയുന്ന, നാളത്തെ ലോകത്തെ ജീവിതം ധന്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ നിയോഗിക്കപ്പെട്ടവർ അവരുടെ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഈ മേഖലയിൽ നമുക്ക് കൊണ്ടുവരേണ്ടതിന് പാഠ്യപദ്ധതിയും അതുപോലെ തന്നെ അധ്യാപക സഹായിയും എല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതേ അവസരത്തിൽ വളരെ സംതൃപ്തമായ രീതിയിൽ ഉള്ള ഈ ഒരു സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും അധികം പ്രയത്നിക്കേണ്ടത് അധ്യാപക സമൂഹമാണ്. അവരാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. ആ അധ്യാപക സമൂഹത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക്, അത് സാമ്പത്തികമാവട്ടെ മറ്റു രീതിയിലുള്ള സേവനങ്ങളുമായുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാവട്ടെ, ഏതാണെങ്കിലും ആ കാര്യങ്ങളിൽ കൂടി സ്വീകാര്യമായ നിലപാടുകളും തീരുമാനങ്ങളും നടപടികളും ഉണ്ടാക്കിയെടുത്ത് CIR കഴിഞ്ഞ 8 വർഷമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ രംഗത്തെ നൂതനമായ പ്രവർത്തനങ്ങൾ കുറേ കൂടി ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഇന്നിവിടെ നടക്കുന്ന ഈ സെമിനാറും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളും തീർച്ചയായും ഈ രംഗത്ത് ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യുവാനും അതിലെ പാകപ്പിഴവുകളും കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ചുകൊണ്ട് കൂടുതൽ കുറ്റമറ്റ രീതിയിൽ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനും CIRന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ അധ്യാപക സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാന്യനായ EK ആബോട്ടി സാഹിബ്, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ കേരള വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ജനാബ് PK അബ്ദുറഹ്മാൻ സാഹിബ്,
പ്രിയമുള്ള മദ്രസാധ്യാപകരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഈ പരിപാടിയിൽ സംബന്ധിക്കാൻ കഴിഞ്ഞതിൽ ഭാഗ്യമായി കരുതുന്നു. അൽഹംദുലില്ലാഹ്. മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചില വേദികളിൽ പറയണമെന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം എന്താണ് വിദ്യാഭ്യാസം എന്നുള്ളത്. മദ്രസ വിദ്യാഭ്യാസം ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും കൃത്യമായി നമുക്ക് ബോധ്യമുണ്ട്. സ്വാഭാവികമായും രണ്ട് തലങ്ങളിലാണ് അതിന് ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒന്ന്, മദ്രസ വിദ്യാഭ്യാസം അതിൻ്റെ മാനേജ്മെൻറ്റ് തലത്തിൽ എങ്ങനെയാണ് അത് നടപ്പാക്കുന്നത്, എന്താണ് അതിൽ നടക്കേണ്ടത്, എങ്ങനെയാണ് അത് നടത്തിക്കൊണ്ടുപോകുന്നത് എന്നതിനെക്കുറിച്ചുള്ളത്. രണ്ടാമത്, അതിലും പ്രധാനമാണ് അതിൻ്റെ കരിക്കുലവും അതിൻ്റെ മൂല്യനിർണ്ണയം, അതിൻ്റെ പഠന പുസ്തകങ്ങളൊക്കെ. നേരത്തെ ബഹുമാന്യനായ മന്ത്രി സൂചിപ്പിച്ചു, ഇതിൽ നമ്മുടെ രണ്ട് തലങ്ങളും കാര്യമായി നടന്നു വരികയാണ് എന്ന കാര്യത്തിൽ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, ഭൗതിക വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഈ മദ്രസ വിദ്യാഭ്യാസം എങ്ങനെയാണ് സമന്വയിപ്പിക്കുക എന്നതാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. SSIയുടെ ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഈ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട്, മദ്രസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് അധ്യാപകർക്ക് പരിശീലനം നൽകുന്ന സമയങ്ങളിൽ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളെ അധ്യാപകർ ഉയർത്തി കാണിച്ചത്. പ്രത്യേകിച്ചും വളരെ കുറഞ്ഞ സമയം, ഒരുപാട് നമ്മുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ടന്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, കുട്ടികൾക്ക് കിട്ടേണ്ട സമയം എങ്ങനെയാണ്, അതുമായി ബന്ധപ്പെട്ട് മൂല്യനിർണ്ണയം നടത്തേണ്ടത് എങ്ങനെയാണ്, പാഠ്യവസ്തുക്കൾ എങ്ങനെയാണ് കുട്ടി ഗ്രഹിക്കുന്നത്, അതെങ്ങനെയാണ് പുനരുപയോഗം നടത്തുന്നത്, പ്രത്യേകിച്ച് ആരാധനാകർമ്മങ്ങൾ ചെയ്യുന്നത് വാമൊഴിയായി പറയുന്നു എന്നല്ലാതെ അത് പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി, അത് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി, പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ലഭിക്കുക, ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ രംഗത്തുള്ളത്. പക്ഷേ നമുക്കൊക്കെ അറിയാം, ഇത് ഒരു തലത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ കൃത്യമായി ബോധ്യപ്പെടുന്ന ആളുകളാണ് നമ്മളെല്ലാം. പരമ്പരാഗതമായി പണ്ട് കാലങ്ങളിൽ ദർസിൽ പഠിച്ചിരുന്ന ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. ആ കാലങ്ങളിലെല്ലാം അത് പറയുകയും ശീലിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം വന്നുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതിൽ നിന്ന് മാറ്റങ്ങൾ വന്നു. എല്ലാ രംഗത്തും ഉണ്ടാകുന്ന മാറ്റങ്ങളെപ്പോലെ ഈ രംഗത്ത് മാറ്റങ്ങൾ വരികയും അതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ പഠന രീതിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടത്. മത്സര പരീക്ഷകൾക്ക് കാലമെടുക്കുന്ന, തയ്യാറെടുക്കുന്ന ഒരു സമയമാണിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് അതിൻ്റെ ഒരു കൃത്യമായ പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നത് വളരെ ഗുരുതരമായ ഒരു സംവിധാനമാണ്. നമുക്കറിയാം, നമുക്ക് പണ്ട് കാലങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ മതവിദ്യാഭ്യാസത്തിന് കൊടുത്തിരുന്ന ഒരു പ്രാധാന്യം ഇന്ന് ഈ പഠന മേഖലകളിൽ മദ്രസ വിദ്യാഭ്യാസം ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. തീർച്ചയായും മദ്രസ പഠനം കഴിഞ്ഞ ശേഷമുള്ള മദ്രസകൾ എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, വെറുതെ കിടക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടത്. ഒരുപാട് സൗകര്യങ്ങൾ നമുക്കുണ്ട്. തൊഴിൽ പരിശീലന മേഖലകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾക്കുണ്ട്. ഒരുപാട് വിദ്യാലയങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് അല്ലെങ്കിൽ തൊട്ട പ്രദേശങ്ങളിലേക്ക് പോകുന്നതിന് പകരം അത്തരം സ്ഥാപനങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തൊഴിൽ പരിശീലനങ്ങളും മറ്റും ചെയ്യാനുള്ള സംവിധാനമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ട സമയമുണ്ട്. അതുപോലെ തന്നെ പഠനം എന്നുള്ളത് സാധാരണഗതിയിൽ സ്കൂളിൽ പഠിക്കുന്ന രൂപത്തിലല്ല മദ്രസയിൽ പഠിപ്പിക്കുന്നത്. അതിനൊരു വിശ്വാസപരമായ അടിസ്ഥാനമുണ്ട്. ആ അടിസ്ഥാനത്തെ മുൻനിർത്തിയാവണം നമ്മൾ പഠിപ്പിക്കേണ്ടത്. തീർച്ചയായും ലഭിക്കുന്ന വേതനമോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ അതുമായി ബന്ധപ്പെട്ട എന്താ പറയുക, നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി സൂചിപ്പിച്ച പോലെ പരിശീലനങ്ങളോ ലഭിക്കാത്തത് കൊണ്ട് അത് ഒരു ചട്ടപ്പടിയായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക വേണ്ടത്ര ഗൗരവമില്ലാതെ പോകുന്നു എന്നുള്ളത് വളരെ എന്താ പറയുക ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പാഠ്യരംഗത്ത് എനിക്കൊരു നിർദ്ദേശം വെക്കാനുള്ളത് സാങ്കേതിക വിദ്യകൾ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. വരും കാലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ മദ്രസകളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രൊജക്ടറുകളോ അല്ലെങ്കിൽ CD-കളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളെ ഈ കാലഘട്ടങ്ങളിൽ നമ്മുടെ ഈ ഇത്തരം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതി നമ്മൾ അവലംബിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, നമുക്ക് നിലവിലുള്ള അവസ്ഥ, മദ്രസകളുടെ നിലവിലുള്ള അവസ്ഥകളെ കുറിച്ച് നമുക്ക് ശരിയായ ഒരു ബോധ്യം വരേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇത് നിലനിൽക്കുന്നത്, എങ്ങനെയാണ് ഇത് നിലനിർത്തേണ്ടത്, തുടർന്ന് എന്താണ് ലഭിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒരു പഠനം നമുക്ക് ചെറിയ തോതിൽ പ്രത്യേകിച്ച് ഇത്തരമുള്ള ഏജൻസികൾ
നടത്തേണ്ടതുണ്ട്. ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരും കാലങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ മതവിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതും ചിട്ടപ്പെടുത്തിയതുമായി മാറേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസം. ഭൗതിക വിദ്യാഭ്യാസത്തിന് ഒട്ടേറെ പ്രാമുഖ്യം നമ്മുടെ ആളുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ മതവിദ്യാഭ്യാസത്തിന് അത്രയേറെ പ്രാമുഖ്യം ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു പോകുന്നു എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയുണ്ട്. അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾക്ക് മനസ്സിലാക്കുകയും അതിനുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് അതിനുള്ള ഉപാധികൾ, പുസ്തകങ്ങൾ, അതുപോലെ തന്നെ മൂല്യനിർണ്ണയം രീതികൾ, അതുപോലെ തന്നെ അതിന് അധ്യാപകർ കൊടുക്കേണ്ട കൈപ്പുസ്തകങ്ങൾ തുടങ്ങിയവയൊക്കെ സമയാസമയങ്ങളിൽ ലഭ്യമാക്കുകയും അതിനനുസരിച്ച് നമ്മൾ മാസാന്ത യോഗങ്ങൾ, കോംപ്ലക്സ് യോഗങ്ങളായിക്കോട്ടെ, മാസാന്ത യോഗങ്ങൾ നടത്തി മെച്ചപ്പെടുത്തി ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എന്താ പറയുക, ചില കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാൽ നേരത്തെ നമുക്ക് ചെയ്യേണ്ട ചില സംവിധാനങ്ങളുണ്ടാവും. ആ സംവിധാനങ്ങൾ മാറ്റിക്കൊണ്ട് ഓരോ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളായും മാറിക്കൊണ്ട്, ഇപ്പോൾ പുതിയ പ്രവർത്തനങ്ങൾ നല്ല പ്രവർത്തനങ്ങളുണ്ടാവും, പക്ഷെ അതൊക്കെ ഒറ്റപ്പെട്ട പ്രവർത്തനങ്ങളായി മാറുന്നു. അത് മാറ്റിയിട്ട് ഈ മദ്രസാ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കുട്ടിയുടെ വളർച്ച ഏത് തരത്തിൽ എത്തണം എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിലും ആ കാഴ്ചപ്പാടനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശൃംഖലിതമായി കൂട്ടിച്ചേർന്ന് തൊഴിൽ പരിശീലനത്തിൽ സമൂഹത്തിന് അനുഗുണമായി ലഭിക്കേണ്ട ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ വ്യക്തി എത്തിച്ചേരേണ്ട കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയും ഉണ്ടാവണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് നമ്മുടെ ചില വെല്ലുവിളികൾ, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ മതത്തിന്, നമ്മുടെ വിദ്യാഭ്യാസ രീതിക്ക് ഉണ്ടാകുന്ന വെല്ലുവിളികൾ, ആധുനിക കാലത്തെ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നേരിടാനും നമ്മുടെ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഈ പ്രസ്ഥാനം ഏറ്റെടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായും നമ്മൾ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് മാതൃകയാവും. കൂടുതൽ ചിട്ടയായ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കും നമുക്ക് ഈ ഒരു സമ്മേളനം ഒരു മാതൃകയായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സർവശിക്ഷാ അഭിയാൻ പദ്ധതി SSA കീഴിൽ കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായി പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അധ്യാപകർക്കുള്ള പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 ബാച്ചുകൾ മലപ്പുറം ജില്ലയിൽ ഓരോ വിഭാഗത്തിനായി നടത്തിയിട്ടുണ്ട്. അടുത്ത അധ്യയന വർഷം മുതൽ മുഴുവൻ അധ്യാപകർക്കും ഈ ആധുനിക രീതിയിലുള്ള പഠന രീതിയിലുള്ള ചൈൽഡ് സൈക്കോളജി, അതുപോലെ തന്നെ കരിക്കുലം, അതുപോലെ തന്നെ പാഠ്യേതര രീതികൾ, നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള സാങ്കേതിക വിദ്യ പ്രയോഗിക്കുന്നതിനുള്ള പരിചയം, ഈ തരത്തിലുള്ള രീതിയിലുള്ള പരിശീലനം അടുത്ത അധ്യയന വർഷം ഏകദേശം ഒരു 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന പരിശീലനം നടത്തുന്നതിന് വേണ്ടിയുള്ള പരിപാടികൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് മുഴുവൻ ആളുകളുടെയും സഹകരണം, ഈ ജില്ലയിലല്ല സംസ്ഥാനത്തൊട്ടാകെയാണ് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ നടക്കുന്നത്. അതിനുവേണ്ടി മുഴുവൻ ആളുകളുടെയും സഹകരണം ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മലപ്പുറം ജില്ലയുടെ ഈ പരിപാടിയിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ടും ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ CAR പ്രസിഡന്റ് ഡോക്ടർ E.K. മൂട്ടി സാഹിബ്, DO സഫറുല്ല സാർ, മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാഹി പ്രസ്ഥാനം എന്നും നവോത്ഥാനത്തിൽ മുന്നിൽ നടന്നവരാണ്. ഇതിൽ ഏറെക്കുറെ CIR കൗൺസിൽ ഫോർ ഇസ്ലാമിക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് കുറേ മുന്നേറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനിയും അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ ഒരു കുതിച്ചുചാട്ടമാകട്ടെ ഈ സമ്മേളനം. അതിന് CIR-നും ഈ പ്രസ്ഥാനത്തിനും ഇത്തിഹാദ് ശുബാനുൽ മുജാഹിദീൻ ISM-ൻ്റെ സർവ്വ പിന്തുണയും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ആദരണീയരായ പണ്ഡിതന്മാരെ, സദസ്സിൽ എത്തിയിരിക്കുന്ന മദ്രസ അധ്യാപകരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഒത്തുചേരലിന് അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇത്തരമൊരു അവസ്ഥയിൽ നമ്മൾ നടക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
മദ്രസ പഠനകാലം പഠിപ്പിക്കുന്ന നമ്മൾ പോലും അധ്യാപകൻ എന്ന നിലയിൽ ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയരുകയും കാലികമായി ഇന്ന് ഉണ്ടാകുന്ന വെല്ലുവിളികളെ എങ്ങനെ നേരിടാമെന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പഠന രീതിയും കുട്ടികളോടുള്ള സമീപനത്തിലുള്ള മാറ്റവും ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പല വീടുകളിൽ നിന്നും പല രീതിയിൽ പലതരത്തിലുള്ള ആധുനിക ടെക്നോളജിയും കണ്ടും കേട്ടും വരുന്ന കുട്ടികളെ ഇസ്ലാമിക ചട്ടവട്ടങ്ങളിൽ കൂടി പഠിപ്പിച്ചെടുക്കുമ്പോൾ അതിനെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ളൊരു ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുകയും അങ്ങനെ കുട്ടികളുടെ മനഃശാസ്ത്രവും അവരുടെ താല്പര്യങ്ങളെയും മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പഠന രീതിയും അപ്രോച്ചും അതുപോലെ തന്നെ ഇന്ന് SSIയിലും സ്കൂൾ തലത്തിലൊക്കെ നടക്കുന്ന പോലുള്ള ഒരു കണ്ടിന്യൂസ് ഇവാലുവേഷനൊക്കെ നടത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വലിയ അഭിവൃദ്ധി ഈ മദ്രസ പഠനത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു. പഴയ രീതിയിൽ നിന്ന് മാറി വ്യത്യസ്തമായി നമുക്കുള്ള ഒരു അവസ്ഥ കൊടുത്തിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് പോലും അത് ഒരു മടുപ്പിക്കുന്ന രീതിയാകുമോ എന്ന് പോലും നമ്മൾ സംശയിക്കണം. എന്തായാലും മദ്രസകളുടെ ഈ ഒരു അധ്യാപകർക്ക് വേണ്ട കോഴ്സുകളും അതുപോലുള്ള പഠനങ്ങളും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങളൊക്കെ അതിനുള്ള ഒരു ചുവടുവെപ്പായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വാഹുർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ. ഇത്തഖുല്ലാഹ റഹ്മത്തുള്ളാഹി. ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, CERൻ്റെ മദ്രസാധ്യാപക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷം വഹിച്ച ബഹുമാന്യനായ EK അഹമ്മദ് കുട്ടി സാഹിബിനും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി അബ്ദുർ റബ്ബ് അവർകൾക്കും ഇതിൽ സംസാരിച്ച നമ്മളുടെ ബഹുമാന്യനായ സഹോദരങ്ങൾ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് സർവശക്തനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അത്തൗഹീദ് ദ്വൈമാസിക ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക KNM ഓഫീസ്, മർക്കസു ദഅ്വ, RM റോഡ്, കോഴിക്കോട്. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസു ദഅ്വ, RM റോഡ്, കോഴിക്കോട്.